നമസ്കാരം, ഞാൻ ഡോക്ടർ മനോജ് അയ്യപ്പത്ത്. എറണാകുളം റിനൈ മെഡിസിറ്റിയിൽ ഗാസ്ട്രോ സർജനായി വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ പുതുതായി തുടങ്ങാൻ പോകുന്ന M&M Gastro Care India എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു, അഭിപ്രായങ്ങൾ വിലമതിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഹെർണിയ എന്ന അസുഖത്തെക്കുറിച്ചാണ്. ആദ്യമായി എന്താണ് ഹെർണിയ എന്ന് നമുക്ക് നോക്കാം. ഹെർണിയ എന്നാൽ ഗുഹ്യഭാഗത്ത്, സാധാരണയായി ഗുഹ്യഭാഗത്ത് വരുന്ന ഒരു മുഴ. അത് എന്തുകൊണ്ട് വരുന്നു? ശരീരത്തിലെ പേശികളുടെ ബലക്ഷയം മൂലമോ, ഏതെങ്കിലും ഒരു ദ്വാരം മൂലമോ, വയറിനുള്ളിലിരിക്കേണ്ട കുടലോ, കുടലിനോടനുബന്ധിച്ചുള്ള മറ്റു കൊഴുപ്പോ, അതല്ലെങ്കിൽ മറ്റവയവങ്ങളോ പുറത്തേക്ക് വരുന്ന കണ്ടീഷനെയാണ് ഹെർണിയ എന്ന് പറയുന്നത്. ഇത് സാധാരണയായി ഏകദേശം 80% നമ്മൾ കാണപ്പെടുന്നത് ഗുഹ്യഭാഗങ്ങളിൽ വരുന്ന ഇംഗ്വൈനൽ ഹെർണിയ എന്ന അസുഖമാണ്. കൂടാതെ മുന്നേ ഉണ്ടായിട്ടുള്ള മുറിവുകൾ, ഫോർ എക്സാമ്പിൾ ഒരു സിസേറിയൻ സെക്ഷൻ, ഒരു സിസേറിന് ശേഷമോ ഒരു യൂട്രസ് റിമൂവലിന് ശേഷമോ ഉണ്ടായ മുറിവുകളിൽ കൂടെ, ആ മുറിവുകളിൽ വരുന്ന ദ്വാരത്തിൽ കൂടെ അവയവങ്ങൾ പുറത്തു വരുന്ന ഇൻസീഷണൽ ഹെർണിയ എന്ന അവസ്ഥ. അതല്ലാതെ പൊക്കിൾക്കൊടിയിലൂടെ പുറത്തേക്ക് വരുന്ന അംബിലിക്കൽ ഹെർണിയ എന്ന അവസ്ഥ. ഇത് കൂടാതെ മറ്റു പലവിധ ഹെർണിയകളുണ്ട്. ഫിമറൽ ഹെർണിയ എന്ന കാലിലേക്ക് രക്തക്കുഴലിൻ്റെ സൈഡിൽ കൂടെ വരുന്ന ഫിമറൽ ഹെർണിയ. മറ്റു ഹെർണിയകൾ ലൈക്ക് ലംബാർ ഹെർണിയ മുതലായ വിരളമായ ഹെർണിയകളുണ്ട്. സാധാരണയായി കാണപ്പെടുന്ന ഹെർണിയാണ് ഇംഗ്വൈനൽ ഹെർണിയ. ഇംഗ്വൈനൽ ഹെർണിയ തന്നെ രണ്ടു തരത്തിൽ വരാം. ഒന്ന് ഇൻഡയറക്റ്റ് ഇംഗ്വൈനൽ ഹെർണിയ എന്ന വിഭാഗവും മറ്റൊന്ന് ഡയറക്റ്റ് ഇംഗ്വൈനൽ ഹെർണിയ എന്നത്. ഇൻഡയറക്റ്റ് ഇംഗ്വൈനൽ ഹെർണിയ എന്നാൽ ജനിക്കുന്നതിന് മുന്നേ വയറിനുള്ളിലിരിക്കുന്ന വൃഷണം പുറത്തേക്ക് വരുന്ന ദ്വാരം സാധാരണയായി അടഞ്ഞു പോകുന്നു. അത് അടയാതെ വരികയോ അതല്ലെങ്കിൽ അടഞ്ഞുപോയത് തുറക്കുകയോ ചെയ്യുന്ന അവസ്ഥയാണ് ഇൻഡയറക്റ്റ് ഇംഗ്വൈനൽ ഹെർണിയ. ഡയറക്റ്റ് ഇംഗ്വൈനൽ ഹെർണിയ എന്നത് ഒരു 40-45 വയസ്സിന് ശേഷം പൊക്കിൾക്കൊടിക്ക് താഴെ നമ്മളുടെ മസിലുകൾ വീക്കാവുമ്പോൾ ആ വീക്ക്നെസ് വഴി കുടൽ പുറത്തേക്ക് വരുന്നതിനെയാണ് ഡയറക്റ്റ് ഇംഗ്വൈനൽ ഹെർണിയ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അംബിലിക്കൽ ഹെർണിയ എന്ന് നോക്കാം. അംബിലിക്കൽ ഹെർണിയ സാധാരണയായി നല്ല തടിയോ അതല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രഗ്നൻസി, നിറയെ പ്രാവശ്യം കുട്ടികളെ പ്രസവിക്കുമ്പോൾ സാധാരണ അംബിലിക്കസിൽ ഒരു വീക്ക്നെസ് വരാം. അതല്ലാതെ ലിവറോ അല്ലെങ്കിൽ കിഡ്നിയോ അതല്ലെങ്കിൽ ഹാർട്ടോ മൂലമുള്ള മറ്റു പല അസുഖങ്ങളെ കൊണ്ട് വയറ് വന്ന് വെള്ളം കെട്ടി വീർക്കുമ്പോൾ അസൈറ്റിസ് എന്ന അവസ്ഥ ഉണ്ടാവുകയും അതിനുശേഷം വരുന്ന ഹെർണിയം അംബിലിക്കൽ ഹെർണിയ എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ അംബിലിക്കസ്, അതായത് നമ്മളുടെ പൊക്കിൾക്കൊടിയിൽ വരുന്ന വീക്ക്നെസ്സിൽ കൂടെ പുറത്ത് വരുന്ന ഹെർണിയാണ് അംബിലിക്കൽ ഹെർണിയ. പിന്നെ ഇൻസീഷണൽ ഹെർണിയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് ഓപ്പറേഷനുകളുടെ മുറിവുകൾ വീക്കായി അതുവഴി വരുന്ന ഹെർണിയാണ് ഇൻസീഷണൽ ഹെർണിയ. ഇതാണ് സാധാരണയായി കാണപ്പെടുന്ന ഹെർണിയകൾ. ഇനി എന്താണ് രോഗിയുടെ ലക്ഷണങ്ങൾ? രോഗിക്ക് സാധാരണയായി ഒരു മുഴയാണ് അനുഭവപ്പെടുക. മുഴ വരുന്നു, അത് കിടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ റെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഉള്ളിൽ പോകുന്നു. പിന്നെ നമ്മൾ എന്തെങ്കിലും ജോലിയോ എന്തെങ്കിലും എക്സസൈസോ എല്ലാം ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് വരുന്നു. ഇതാണ് ഹെർണിയ. സാധാരണ വേദന കുറവാണ്. എസ്പെഷ്യലി ഇംഗ്വൈനൽ ഹെർണിയകൾക്ക് ഒരു കഴപ്പായിട്ടാണ് അത് അനുഭവപ്പെടുക, വേദനയായിട്ടല്ല. പിന്നെ ഈ ഹെർണിയ കാലക്രമേണ ഈ ഹെർണിയ വലുതാവുകയും അത് ഉള്ളിലേക്ക് പോകാതിരിക്കുന്ന അവസ്ഥ വരികയും ചെയ്യും. അതിന് ഇറഡ്യൂസിബിലിറ്റി എന്ന് പറയുന്നു. അങ്ങനെ ഉള്ളിലേക്ക് പോകാതെ വരുമ്പോൾ ഈ പുറത്തേക്ക് വരുന്ന അവയവങ്ങളിൽ അത് തിങ്ങൽ വരികയും അതിലേക്കുള്ള രക്തോട്ടത്തിൽ കുറവ് വരികയും ചെയ്യുമ്പോൾ അസഹ്യമായ വേദന വരും. അത് അങ്ങനെ തുടർന്ന് പോകുമ്പോൾ പിന്നെ അത് ഒബ്സ്ട്രക്റ്റഡ് ആവും. അതായത് കുടലാണെങ്കിൽ തടസ്സം വരുമ്പോൾ രോഗിക്ക് വയറ് സ്തംഭനവും ഛർദിയും അസഹ്യമായ വേദനയും വരും. കൂടാതെ അതിലേക്ക് രക്തോട്ടം നഷ്ടപ്പെട്ട് പുറത്തേക്ക് വരുന്ന അവയവം നാശമായി പോകുന്ന, അതായത് നിർജീവമായി പോകുന്ന അവസ്ഥ വരുമ്പോൾ അതികഠിനമായ വേദന വരും. ഈ അവസാനം പറഞ്ഞ കണ്ടീഷൻ, അതായത് ഇറഡ്യൂസിബിലിറ്റി, ഉള്ളിലേക്ക് പോകാത്ത അവസ്ഥ, രക്തോട്ടം നഷ്ടപ്പെടുന്ന അവസ്ഥ, കുടൽ നശിക്കുന്ന അവസ്ഥ, ഇതെല്ലാം എമർജൻസി കണ്ടീഷനുകളാണ്. ഇതിന് എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ ഈ പുറത്തേക്ക് വരുന്ന കുടൽ മുറിച്ചു മാറ്റേണ്ടി വരും. സോ ഇതെല്ലാമാണ് രോഗലക്ഷണങ്ങൾ. ഇനി എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ്, എന്തൊക്കെ ടെസ്റ്റുകൾ നമ്മൾക്ക് ചെയ്യണം? ഹെർണിയയ്ക്ക് സാധാരണമായി കാര്യപ്പെട്ട ടെസ്റ്റുകളൊന്നും വേണ്ട. അതൊരു ക്ലിനിക്കൽ ഡയഗ്നോസാണ്. അതായത് രോഗിയെ പറയും, നോക്കൂ മുഴ വരുന്നു, അത് ഉള്ളിൽ പോകുന്നു. അതാണ് ഫസ്റ്റ് ഫാക്റ്റ് ഓഫ് ഹെർണിയ. അത് അപ്പോഴേ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം അത് ഹെർണിയ എന്നാണ്. പിന്നെ നമ്മൾ ഡോക്ടർ നോക്കുന്നു, മുഴ കണ്ടുപിടിക്കുന്നു, അങ്ങനെ നമുക്ക് ഹെർണിയ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. പിന്നെ നമ്മളൊരു അൾട്രാസൗണ്ട് എപ്പോഴും സജസ്റ്റ് ചെയ്യും. വേറെ എന്തെങ്കിലും അസുഖം മൂലം, ഫോർ എക്സാമ്പിൾ ഒരു ക്യാൻസർ മൂലം വയറിലെല്ലാം ക്യാൻസർ പടർന്ന് വയറിലെ പ്രഷർ കൂടി കുടലെല്ലാം പുറത്തേക്ക് വരുന്നൊരവസ്ഥയുണ്ട്. അതെല്ലാം വല്ലതുമുണ്ടോ, വല്ല ട്യൂബർക്ലോസിസ് എല്ലാം എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മളൊരു അൾട്രാസൗണ്ട് നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇതാണ് സാധാരണ ചെയ്യപ്പെടുന്ന ഇൻവെസ്റ്റിഗേഷൻ. ഇനി ഇതിൻ്റെ ചികിത്സ എന്താണ്? ഇതിൻ്റെ ചികിത്സ
ഹെർണിയ എന്ന് പറഞ്ഞാൽ ഒരേ ചികിത്സയേ ഉള്ളൂ ശസ്ത്രക്രിയ. എന്താണെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ മസിൽ വീക്ക്നെസ് അല്ലെങ്കിൽ ഒരു ദ്വാരം. ഇത് മസിൽ വീക്ക്നെസ് ആണെങ്കിൽ ആ മസിൽ നമ്മൾ സ്ട്രെങ്ത് ചെയ്ത് കൊടുത്തേ തീരൂ, ദ്വാരമാണെങ്കിൽ അടയ്ക്കണം. സോ ശസ്ത്രക്രിയയാണ് ഇതിന് പ്രതിവിധി. ഏത് തരത്തിലുള്ള ശസ്ത്രക്രിയ? ഐദർ ഓപ്പൺ സർജറി, അതായത് നമ്മൾ സാധാരണ ചെയ്യപ്പെടുന്ന മുറിവുണ്ടാക്കി ചെയ്യുന്ന ഓപ്പൺ സർജറി, അല്ലെങ്കിൽ കീ ഹോൾ മൂലം ചെയ്യുന്ന ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയ. ഓപ്പൺ സർജറി ആകുമ്പോൾ ഒരു 7 സെൻറ്റിമീറ്റർ മുതൽ 10 സെൻറ്റിമീറ്റർ വലുപ്പത്തിൽ നമ്മൾ ഈ ഹെർണിയയുടെ മേലെ നമ്മളൊരു മുറിവുണ്ടാക്കി അവിടുത്തെ മസിലെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് അതിനുള്ളിൽ പോയി നമ്മൾ ഒരു നെറ്റ് ഇട്ട് കൊടുക്കും. അതാണ് മെഷ് റിപ്പയർ. ഇപ്പോൾ എല്ലാ ഹെർണിയയ്ക്കും നിർബന്ധമായും മെഷ് ഇട്ടിരിക്കണം, അതൊരു നിയമമാണ്. സോ ഓപ്പൺ സർജറിയിൽ നമ്മൾ എന്തായാലും അതേപോലെ മസിൽ സ്പ്ലിറ്റ് ചെയ്ത്, തുറന്ന് മസിൽ സ്പ്ലിറ്റ് ചെയ്ത് നമ്മളൊരു മെഷ് അവിടെ തുന്നി ചേർക്കുന്നു. ഇനി കീ ഹോൾ എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ദ്വാരം മൂലം, 2-3 ചെറിയ ദ്വാരം മൂലം നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ്, ഒന്ന് ഒരു ക്യാമറ കടത്തി, 2 ഹാൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് കടത്തി അതിനുള്ളിൽ മസിലുകളെ മുറിക്കാതെ, ശരീരം മുറിക്കാതെ മസിലുകളെ സ്പ്ലിറ്റ് ചെയ്ത്, അതായത് മസിലുകളെ വിടർത്തി പേഷ്യൻറ്റിന് വേദനയില്ലാതെ നമ്മൾ നെറ്റ് നിക്ഷേപിക്കുന്ന, നെറ്റ് അവിടെ പിടിപ്പിക്കുന്ന ആ ശസ്ത്രക്രിയയാണ് കീ ഹോൾ ശസ്ത്രക്രിയ. ഇനി ഇതിലേതാണ് മെച്ചം? ഓപ്പൺ ശസ്ത്രക്രിയ എന്നാൽ നമ്മൾ ശസ്ത്രക്രിയയ്ക്ക് ശേഷം 3-4 ദിവസം ആശുപത്രിയിൽ കിടക്കണം, ഈ മുറിവ് ഉണങ്ങുന്നവരേക്കും മരുന്ന് കഴിക്കണം, പിന്നെ നമ്മൾക്ക് ഭാരം പൊക്കാൻ സാധിക്കില്ല, നമ്മളുടെ ജോലിക്ക് നമുക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ സാധിക്കില്ല, 1-1.5 മാസം നമുക്ക് റെസ്റ്റും വേണം. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓപ്പൺ ശസ്ത്രക്രിയയിൽ നമ്മൾ മെഷ് പിടിപ്പിക്കുന്നത് അബ്ഡോമിനൽ വാൾ, അതായത് നമ്മളുടെ വയറിൻ്റെ മസിലുകളുടെ പുറത്താണ്. അതേസമയം കീ ഹോൾ ശസ്ത്രക്രിയയിൽ നമ്മൾ ഇത് ഉള്ളിലാണ്, അതായത് ഒരു വാട്ടർ ടാങ്ക് ഉള്ളിൽ നിന്ന് അടയ്ക്കുന്നതും പുറത്തുനിന്ന് അടയ്ക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. സോ ഓപ്പൺ ശസ്ത്രക്രിയയിൽ നമ്മൾ ഈ മെഷ് വാട്ടർ ടാങ്ക് പുറത്തടയ്ക്കുന്ന പോലെ നമ്മൾ പുറത്താണ് മെഷ് വയ്ക്കുന്നത്. ഇനി കീ ഹോൾ ശസ്ത്രക്രിയയിൽ നമ്മൾ ഉള്ളിലാണ് മെഷ് നിക്ഷേപിക്കുന്നത്. നമുക്ക് മുറിവുകളില്ല, നമ്മൾ മസിലുകളെ സ്പ്ലിറ്റ് ചെയ്യുന്നു, ആ സ്പ്ലിറ്റ് ചെയ്ത ആ സ്പേസിലാണ് നമ്മൾ നെറ്റ് ഇടുന്നത്. സോ അതിനാൽ വേദന വളരെ കുറവാണ്. സാധാരണയായി രോഗിയെ ഒരു ദിവസം അഡ്മിറ്റ് ചെയ്ത് അടുത്ത ദിവസം ശസ്ത്രക്രിയ, അടുത്ത ദിവസം നമ്മൾ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. ഒട്ടും വേദന ഉണ്ടാവില്ല. ഒരു 3-4 ദിവസം കഴിയുന്നതിനുള്ളിൽ തന്നെ രോഗിക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. മുറിവുകൾ വളരെ കുറവാണ്. അതായത് ഇതുകൊണ്ടുള്ള സ്കാറോ അതിൻ്റെ ബുദ്ധിമുട്ടുകളോ മുറിവ് പഴുക്കുന്ന അവസ്ഥ ഇതെല്ലാം വളരെ കുറവാണ്. ശരി, ഇനി ശസ്ത്രക്രിയയുടെ ഈ കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് നോക്കാം. വളരെ വിരളമാണ് ഹെർണിയയുടെ കോംപ്ലിക്കേഷൻസ്. സാധാരണ വളരെ വിരളമായി കാണപ്പെടുന്ന 1-2 കോംപ്ലിക്കേഷൻസാണ്. ഒന്ന്, മെഷ് റിജക്ഷൻ. ചില പേഷ്യൻറ്റുകൾക്ക് മെഷ് ഒരു ഫോറിൻ ബോഡി, ഒരു അന്യ സാധനമാണ്, ഒരു സബ്സ്റ്റൻസാണ്, അതിടുമ്പോൾ അതിന് അഗെയിൻസ്റ്റ് ഒരു റിയാക്ഷൻ വരാം. സോ മെഷ് റിജക്ഷൻ. അടുത്തത് മെഷ് ഇൻഫെക്ഷൻ. വളരെ വിരളമായി മെഷിൽ ഇൻഫെക്ഷൻ വരാം. ഇത് രണ്ടുമാണ് സാധാരണയായി വളരെ വിരളമായി കാണപ്പെടുന്ന കോംപ്ലിക്കേഷൻ. പിന്നെ മുറിവ് പഴുക്കാനുള്ള സാധ്യത, പിന്നെ അവിടെ നീര് കെട്ടാനുള്ള സീറോമ എന്നുള്ള അവസ്ഥ, ഇതെല്ലാം വളരെ വിരളമായി കാണപ്പെടുന്ന, ഇപ്പോൾ സീറോമ എന്ന് പറഞ്ഞാൽ 5% ആൾക്കാർക്ക് കാണപ്പെടുന്ന അവസ്ഥയാണ്. ഇനി തിരിച്ചു വരാനുള്ള സാധ്യത, അത് ലാപ്രോസ്കോപ്പിയാണോ ഓപ്പൺ സർജറിയാണോ? എപ്പോഴും രോഗികൾക്ക് അതൊരു സംശയമാണ്. ഓപ്പൺ സർജറി ചെയ്താൽ മെച്ചമാണ്, കീ ഹോൾ ചെയ്താൽ തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്താണ് അവസ്ഥ എന്ന് നോക്കാം. കീ ഹോൾ ശസ്ത്രക്രിയ എളുപ്പമല്ല, അത് പെർഫോം ചെയ്യാൻ എളുപ്പമല്ല. അതിന് ട്രെയിനിങ് പീരിയഡ് വളരെ കൂടുതലാണ്. അത് കറക്റ്റായി നമ്മൾ ആ ശസ്ത്രക്രിയ ചെയ്യുകയാണെങ്കിൽ ഓപ്പൺ സർജറിയിൽ 12 സെൻറ്റിമീറ്റർ സൈസിൽ മെഷിടുമ്പോൾ നമ്മൾക്ക് കീ ഹോൾ ശസ്ത്രക്രിയയിൽ 15 സെൻറ്റിമീറ്റർ വലുപ്പത്തിന് മെഷിടാൻ സാധിക്കും. അതുമാത്രമല്ല, ഉള്ളിൽ പോയി വ്യക്തമായി എല്ലാ ഹെർണിയൽ ഓറിഫിസും കണ്ട് അത് അസ്ഥികളിലേക്ക് പിടിപ്പിക്കാൻ സാധിക്കുന്നത് ലാപ്രോസ്കോപ്പിക് റിപ്പയറാണ്. സോ ഒരു നല്ല സർജൻ, നല്ല എക്സ്പീരിയൻസ്ഡ് സർജന് ലാപ്രോസ്കോപ്പിക് റിപ്പയറിൽ എപ്പോഴും റിസൾട്ട്സ് വളരെ നന്നായിരിക്കും. അപ്പോൾ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് ജോലിക്കും പോകാം, വേദനയുണ്ടാവില്ല. ഇതെല്ലാം ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയയുടെ അഡ്വാൻറ്റേജസ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ ലാപ്രോസ്കോപ്പിയിൽ ഈ പുതിയ ഇൻസ്ട്രുമെൻറ്റേഷൻ, ഈ ജർമ്മൻ ക്യാമറകളും ബാക്കിയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം വന്നതിന് ശേഷം ഈ 3 ദിവസം കിടക്കുന്നതിന് പകരം ഡേ കെയർ ശസ്ത്രക്രിയ, കാലത്ത് വന്ന് വൈകുന്നേരം ഡിസ്ചാർജ് ചെയ്യുന്ന ഡേ കെയർ ശസ്ത്രക്രിയകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഞങ്ങളുടെ ക്ലിനിക്കിൽ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം. ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടോ അതെല്ലാം ഞങ്ങളുടെ ചാനൽ വഴി ഞങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് അത് ലൈക്ക് ചെയ്യുക, അത് ഷെയർ ചെയ്യുക. അതിൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് താഴെ ടൈപ്പ് ചെയ്യുക, ഞങ്ങളതിന് റിപ്ലൈ തരുന്നതാണ്. നന്ദി, നമസ്കാരം.